ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് റമദാൻ സ്പെഷ്യൽ പഴംപൊരിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.25 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ് ആവശ്യമായിട്ടുള്ളത്. ദോശമാവിൻ്റെ ആ ഒരു പാകത്തിൽ വേണം കലക്കിയെടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കാൻ. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോഴേ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആകുമ്പോഴും മറച്ചിട്ട് കൊടുക്കാം. പാകമായിട്ടുണ്ട്. ഓയിലിൽ നിന്ന് മാറ്റാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റമദാൻ സ്പെഷ്യൽ പഴംപൊരി എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്